കെ.ബി. ഗണേഷ് കുമാറിന്റെ ഡ്രൈവിംഗ് ലൈസൻസിൽ പേരിനൊപ്പം അനധികൃതമായി MLA എന്ന് കൂട്ടിച്ചേർത്തത് മാറ്റി. പുതിയ ലൈസൻസിൽ കെ.ബി. ഗണേഷ് കുമാർ എന്ന് മാത്രമാണ് പേര്. ലൈസൻസിൽ പേരിനൊപ്പം MLA എന്ന് വെച്ചതിൽ വകുപ്പ് തല അന്വേഷണം നടക്കുന്നതിന് ഇടയിലാണ് തിരുത്തു വരുത്താനും മേൽവിലാസം മാറ്റാനും ഗണേഷ് കുമാർ അപേക്ഷ നൽകിയത്. AK സ്റ്റെഫിനാണ് വിവരങ്ങളുമായി. സ്റ്റെഫിനി, ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഉപദേശങ്ങൾ നൽകാറുണ്ടായിരുന്നു ഗതാഗത മന്ത്രി എന്ന നിലയിൽ കെ.ബി. ഗണേഷ് കുമാർ. ഈ ഡ്രൈവിംഗ് ലൈസൻസിൽ സംഭവിച്ച പിഴവ് എന്താണ്, എങ്ങനെയാണ്, അത് ഗൗരവമുള്ളതായിരുന്നോ? ഇപ്പോൾ തിരുത്തൽ വരുത്തിയത് എങ്ങനെയാണ്? ഏകദേശം ആധാർ ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ രേഖകളിൽ ഉള്ളതുപോലെ തന്നെ വേണം ലൈസൻസിലെയും പേര് ചേർക്കേണ്ടത്. ഔദ്യോഗികമായി എന്താണോ പേര് അങ്ങനെ തന്നെ വേണം ലൈസൻസിൽ പേര് ചേർക്കേണ്ടത്. എന്നാൽ കെ.ബി. ഗണേഷ് കുമാറിന്റെ ലൈസൻസിൽ കെ.ബി. ഗണേഷ് കുമാർ MLA എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ പറ്റിയുള്ള അന്വേഷണം ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് നടത്തി വരികയാണ്. അന്നത്തെ രേഖകളൊന്നും തന്നെ ലഭിക്കുന്നില്ല. അതാണ് ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത്. അപ്പോൾ ഈ പേര് മാറ്റവുമായി ബന്ധപ്പെട്ട് വിഷയം ഉയർന്നു വന്നതോടുകൂടി ഗണേഷ് കുമാർ തന്നെയാണ് MLA എന്ന അനധികൃതമായി കൂട്ടിച്ചേർത്ത ആ വിശേഷണം അത് മാറ്റണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പിന് അപേക്ഷ നൽകിയത്. അത് പരിശോധിച്ച ശേഷം മോട്ടോർ വാഹന വകുപ്പ് ഏതായാലും ആ MLA എന്ന് രേഖപ്പെടുത്തിയത് മാറ്റിയിട്ടുണ്ട്. പുതിയ ലൈസൻസിൽ ഏതായാലും ഇനി കെ.ബി. ഗണേഷ് കുമാർ എന്ന് മാത്രമേ ഉള്ളൂ. നിലവിൽ ഏതായാലും 18 വയസ്സ് മുമ്പ് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് നേടി എന്ന ഒരു തരത്തിലുള്ള ഒരു അന്വേഷണം ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്ത് നടക്കുകയാണ്. ലൈസൻസ് എടുത്ത സമയത്ത് സമർപ്പിച്ച രേഖകൾ കണ്ടെത്താൻ കഴിയാത്തതാണ് ഇപ്പോൾ വെല്ലുവിളിയായി തുടരുന്നത്. ശരി, AK സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്. രേഖകളില്ല എന്നൊരു ഗൗരവതരമായ പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ MLA എന്ന വാചകം, MLA എന്ന 3 അക്ഷരം പേരിനൊപ്പം ചേർത്തത് ഉദ്യോഗസ്ഥരുടെ പിഴവായിരിക്കാം അന്നത്തെ. പക്ഷെ അതെങ്ങനെ വന്നു എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാക്കാൻ രേഖകൾ പോലും ഇല്ല എന്നതാണ് വകുപ്പിന്റെ സ്ഥിതി എന്നാണ് AK സ്റ്റെഫിൻ റിപ്പോർട്ട് ചെയ്യുന്നത്.